ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന പാപ്പാനെ ചവിട്ടിക്കൊന്ന ഒരു സംഭവത്തിൽ ഒരാൾ മരിച്ചതാണ്. അപ്പോൾ ആ ആനയെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ ആനയെ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. ജെയ്സൺ, ആനയെ വാഹനത്തിൽ കയറ്റിയല്ലേ? റോഷ്നി, ഇപ്പോൾ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. വലിയ സുരക്ഷ ഒരുക്കിയാണ് ആനയെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ആന ഇടഞ്ഞ് പാപ്പാനെ കൊല്ലുന്നതും ഒന്നാം പാപ്പാനെ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നതും. പക്ഷേ ആന മറ്റു സ്ഥലത്തേക്കൊന്നും ഓടിപ്പോയില്ല. സ്വാഭാവികമായും പെട്ടെന്നുണ്ടായ ഒരു സംഭവം എന്ന നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ആനയെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഇന്ന് തിരിച്ചു പോകേണ്ട ആനയായിരുന്നു രാവിലെ തന്നെ. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകാമെന്നതായിരുന്നു ഇവരെ കണക്കൂട്ടൽ. അതിൻ്റെ ഭാഗമായി ക്ഷേത്രപ്പറമ്പിൽ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് രണ്ട് പാപ്പാന്മാർ വിശ്രമിക്കുന്നിടെയാണ് പെട്ടെന്ന് തന്നെ ആന ആക്രമിക്കുന്നതും ഒരു പാപ്പാൻ മരിക്കുന്നതും ചെയ്തത്. പക്ഷേ പെട്ടെന്ന് തന്നെ ആനയെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു. ആനയാണ് ഇപ്പോൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. കഴിഞ്ഞ കുറേ നേരമായി വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നു. വനംവകുപ്പിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഡോക്ടർമാർ എത്തിയിരുന്നു. ഇപ്പോൾ സമീപത്ത് ആംബുലൻസും ഒക്കെ ഉണ്ട്. ആന ഇനി അടയാനുള്ള സാധ്യത കാണുന്നില്ല. പെട്ടെന്ന് സംഭവിച്ചതാണ്. സ്വാഭാവികമായി ആന ഇടയുകയാണെങ്കിൽ വലിയ തോതിൽ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി അതിൻ്റെ അക്രമാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ആന നിന്ന നിൽപ്പിൽ തന്നെ സമീപത്തുള്ള ഒരു ഷെഡ് തകർത്തു. അപ്പോൾ തന്നെ സമീപത്ത് ഇരിക്കുന്നുണ്ടായിരുന്ന രണ്ട് പാപ്പാന്മാരെയും ആക്രമിച്ചു. അതിൽ രണ്ടാം പാപ്പാനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഒന്നാം പാപ്പാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആനയെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ആനയെ കഴിഞ്ഞ കുറേ നേരമായി ഈ രംഗത്തുള്ള വിദഗ്ധരും, അതായത് ആനയെ നിയന്ത്രിക്കുന്ന ഒരു ഫോഴ്സുണ്ട്, അവരും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ആനയെ പൂർണ്ണമായ നിയന്ത്രണത്തിലാക്കി. ഇനി അപകടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ലോറിയിലേക്ക് കയറ്റിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിയുടെ ആനയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ അരിമ്പൂർ സ്വദേശി ഇതിന് പാട്ടത്തിനടുത്ത് സ്വാഭാവികമായി ഉത്സവങ്ങൾക്കും മറ്റും കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. ഉടമ മറ്റൊരാളാണെങ്കിലും പാട്ടത്തിന് ആനയെ കൊടുക്കും. ആ പാട്ടം എടുക്കുന്ന ആളാണ് പിന്നീട് ഉത്സവങ്ങൾക്കെല്ലാം ആനയെ കൊണ്ടുപോവുക. അത്തരത്തിൽ അരിമ്പൂർ സ്വദേശിയുടെ കൈവശമാണ് ഇപ്പോൾ ഈ ആന എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അരിമ്പൂർക്ക് തന്നെയായിരിക്കും കൊണ്ടുപോകുക. അതിനു മുമ്പ് വിദഗ്ധമായ പരിശോധനയൊക്കെ നടത്തും എന്നാണ് നാം അറിയുന്നത്. ആന അതിൽ നിന്നുകൊണ്ട് വാഹനത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. 3 പാപ്പാന്മാരും മറ്റും ആ വാഹനത്തിൽ ലോറിയിൽ തന്നെയുണ്ട്. ഇപ്പുറത്ത് ആംബുലൻസ് ഉണ്ട്. തൊട്ടുപുറകിൽ ആംബുലൻസും പോകും. ഒന്നാം പാപ്പാൻ ഇപ്പോൾ ആശുപത്രി ചികിത്സയിലാണ്. രണ്ടാം പാപ്പാൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മൃതദേഹം വിട്ടുകൊടുക്കൂ. ഏതായാലും അതിദാരുണമായ സംഭവമായി പോയി. ഈ ആന ഇന്നലെയും ഈ എഴുന്നള്ളിപ്പിനിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഉടനെ തന്നെ ആനയെ അവിടെ നിന്ന് മാറ്റി. ഉത്സവത്തിലെ എഴുന്നള്ളിപ്പിനിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആന തന്നെയാണ് ഇന്നലെ. പക്ഷേ ഉടനെ തന്നെ ആനയെ അവിടെ നിന്ന് മാറ്റി. പിന്നീട് അതിനെ എഴുന്നള്ളിച്ചിരുന്നില്ല. സ്വാഭാവികമായും ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി കൊണ്ടുപോയില്ല, ഇന്ന് രാവിലെയും കൊണ്ടുപോയില്ല. ഇന്ന് ഉച്ചയ്ക്കാണ് ആന അക്രമാസക്തമാകുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് ഇന്നലെ പ്രശ്നമുണ്ടാക്കിയ ആനയാണ്. അതിനൊരു ജാഗ്രത ആ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ജെയ്സൺ ചാമ്പവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് രണ്ടാം പാപ്പാനെ കൊലപ്പെടുത്തിയ വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്.